എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഐ മാസ്റ്റർ രാജേഷ് രാജൻ, ബ്രഹ്മലൈഫ് ആയുർവേദ ആൻഡ് വെൽനസ് സെന്റർ ചാലക്കുടി ഡയറക്ടറാണ്. ഞാനൊരു അക്യുപ്രഷർ തെറാപ്പിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇന്ന് മൈഗ്രെയിൻ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ്, മരുന്നില്ലാതെ എങ്ങനെ നമ്മുടെ ജീവിതശൈലി മാറ്റിയും പിന്നെ കുറച്ച് പോയിന്റ്സിൽ പ്രഷർ കൊടുത്തും മൈഗ്രെയിൻ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിക്കും 9 മണിക്കും ഉള്ളിൽ കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് 12:30, 1 മാക്സിമം 1 മണി. പിന്നെ വൈകുന്നേരത്തെ അത്താഴം ഒരു സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് ഒരു 7:30-ക്കുള്ളിൽ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാം. കുറച്ച് പ്രധാനപ്പെട്ട അക്യുപ്രഷർ പോയിന്റ്സ് കാണിച്ചു തരാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറുകയാണ്. നെറുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ഒരു വര വരയ്ക്കുക, ചെവിയിൽ ഒരു നേരെ വര വരയ്ക്കുമ്പോൾ അത് മുട്ടുന്ന പോയിന്റാണ്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ട് ഒരു പോയിന്റാണ്. അപ്പൊ ഒരു മൃദുവായ ഒരു 30 സെക്കൻഡ് നേരത്ത് ഒരു ചെറിയ റൊട്ടേഷൻ മോഷൻ നമ്മൾ ഈ നെറുക കണ്ടുപിടിച്ച് ചെയ്യുക. നെറുക കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സോഫ്റ്റ് ഏരിയ അവിടെ ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ എക്സാക്ട് നെറുക. അപ്പൊ അവിടെ ഒരു 30 സെക്കൻഡ് നമ്മളിങ്ങനെ അക്യുപ്രഷർ ചെയ്യാം. പിന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ചെവി നമ്മുടെ തലയിൽ കൂട്ടിമുട്ടുന്ന ഭാഗം. ആ ചെവി കൂട്ടിമുട്ടുന്ന ഭാഗത്ത് 2 സൈഡിലും ഇവിടെ 1-2 മിനിറ്റ് ചെയ്യാം. മൃദുവായിട്ട് പ്രഷർ കൊടുക്കുക, അതുപോലെ റൊട്ടേഷൻ മോഷൻ ചെയ്യാം. അങ്ങനെ ഇവിടെ അക്യുപ്രഷർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ മുടി ഇങ്ങനെ കയറി നിൽക്കുന്ന ഭാഗമല്ലേ, ഇവിടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ ഒരു ചെറിയൊരു കുഴിയുള്ള ഒരു ഭാഗം കിട്ടും. ആ ഭാഗത്ത് നമ്മൾ ഒരു ഇതുപോലെ തന്നെ 1-2 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. പിന്നത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കൈവിരലിന്റെ ഈ മാംസമുള്ള ഭാഗമില്ലേ, ഈ മാംസമുള്ള ഭാഗത്ത് അത് ശരിക്കും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഈ വര ഈ ഒരു അളവാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു വര നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ പിടിക്കുക. ഇവിടെ പിടിച്ചിട്ട് ആ വിരലിൽ ചെന്ന് മുട്ടുന്ന പോയിന്റാണ്. ഇവിടെയും 1-2 മിനിറ്റ് അക്യുപ്രഷർ ചെയ്യാം. അതും ഈ കയ്യിലും ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റന്റ്ലി തന്നെ നമുക്ക് മൈഗ്രെയിൻ മാറുന്നതായിട്ട് കാണാം. പിന്നെ അത് ജീവിതത്തിൽ നിന്ന് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കാലത്തെ ഭക്ഷണം 8-9 മണിക്കുള്ളിൽ ഉള്ളിൽ കഴിക്കുക. ഉച്ചയിലത്തെ ഭക്ഷണം ഒരു 12:30-1 മണി സമയത്ത് കഴിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഭക്ഷണം സന്ധ്യ കഴിഞ്ഞ് ഒരു 7-7:30-ക്കുള്ളിൽ കഴിക്കുക. ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ശ്രദ്ധിച്ചോ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരം വൈകുമ്പോഴാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നത്. അപ്പൊ തന്നെ അതിന്റെ തെളിവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഒരു ചെലവില്ലാതെ, ഒരു മരുന്നും കഴിക്കാതെ നിങ്ങൾക്ക് മൈഗ്രെയിനിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. നന്ദി.